രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുന്നു. രണ്ടാഴ്ചക്കിടെ ഇത് 4ാം തവണയാണ് വില വർദ്ധിപ്പിച്ചത്. പെട്രോൾ ലിറ്ററിന് ₹2.61 ഡീസൽ ലിറ്ററിന് ₹2.71 ഇന്ന് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുക എന്നത് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അതും തുടർച്ചയായ വർധനവ് എന്നത് നമുക്കറിയാം. ഏതാണ്ട് വർഷങ്ങളായി തന്നെ ഈ ദൈനംദിനം പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യം അവസാനിച്ചിരുന്ന പശ്ചാത്തലം ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ മെയ് 15 മുതൽ ആണ് അതിന് ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴിതാ രണ്ടാഴ്ചക്കിടെ 4 തവണ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുമ്പോൾ അത് വാഹന ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്നതിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് എല്ലാ മേഖലകളെയും ഒരുപക്ഷെ ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവ് ബാധിച്ചേക്കാം. സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഇനി ഡീസലിനും പെട്രോളിനും അധിക തുക നൽകേണ്ടതായി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടാക്സി സർവീസുകൾ, ഓട്ടോ, കാർ ഉൾപ്പെടെയുള്ള ടാക്സി സർവീസുകൾ ഉണ്ട്. വലിയ ടാക്സി സർവീസുകൾ നടത്തുന്നവർ ഉണ്ട്. അവർക്കും ഇനി മുതൽ അധിക ചെലവാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒപ്പം വിനോദസഞ്ചാരത്തിനും മറ്റുമൊക്കെയായി ഉപയോഗിക്കുന്ന വലിയ വാഹനങ്ങൾ, ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുമ്പോൾ അവർക്കും ഈ ഇന്ധനവില വർധനവ് വലിയ തിരിച്ചടി സൃഷ്ടിക്കുന്നുണ്ട്. പൊതുഗതാഗത സംവിധാനത്തിലും ഈ പ്രതിഫലനം ഒരുപക്ഷെ ഉണ്ടാകാം. കാരണം ലിറ്ററിന് ഇപ്പോഴത്തെ കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് ₹7 മുകളിലേക്ക് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ തന്നെ, കഴിഞ്ഞ 12 ദിവസത്തിനിടെ തന്നെ വില വർദ്ധിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാം. ഒരുപക്ഷെ ഈ വില വർധനവ് വരും ദിവസങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങളിൽ അടക്കം പ്രതിഫലിച്ചേക്കാം. കാരണം പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുമ്പോൾ അത് ചരക്ക് നീക്കത്തെ ബാധിക്കുകയും ചരക്ക് നീക്കത്തിന്റെ ചെലവ് ഏറുകയും ചെയ്യും. അങ്ങനെ ചരക്ക് നീക്കത്തിന് തുക അധികമായി നൽകേണ്ടി വന്നാൽ അതിലൂടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും സ്വാഭാവികമായും വില വർദ്ധിക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുക. അതുകൊണ്ട് തന്നെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോഴെല്ലാം പൊതുവിൽ ഒരു ആശങ്ക പ്രകടമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ നിലവിൽ ഇത്തരത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ ഇരുട്ടടി എന്ന് വിശേഷിപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? നമ്മൾ അതാണ് വിശദമായി പരിശോധിക്കുന്നത്. ഇതാ ഇപ്പോൾ പെട്രോളിന് ₹2.61 ഡീസൽ ലിറ്ററിന് ₹2.71 ആണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 12 ദിവസത്തിനിടെ 4ാമത്തെ തവണയാണ് ഇത്തരത്തിൽ വില വർദ്ധിപ്പിക്കുന്നത് എന്നതാണ്. അങ്ങനെ ഈ 4 തവണ വർദ്ധിപ്പിച്ചതിൻ്റെ ആകെ തുക കണക്കാക്കുമ്പോൾ പെട്രോൾ ലിറ്ററിന് ₹7.38 ഡീസൽ ലിറ്ററിന് ₹7.52 ആണ് ഈ കഴിഞ്ഞ 12 ദിവസങ്ങളിലായി വന്നിട്ടുള്ള വർധനവ്. തീർച്ചയായും അത് ജനങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കും എന്നതിൽ തർക്കം ഒന്നുമില്ല. ഇനി ഇതാ നമ്മൾ ആ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ മെയ് 23-ന് പെട്രോൾ ലിറ്ററിന് 87 പൈസയാണ് വർദ്ധിപ്പിച്ചത്. ഡീസൽ ലിറ്ററിന് 91 പൈസ ആയിരുന്നു വർദ്ധിപ്പിച്ചത്. ഇത്തരത്തിൽ മെയ് 19-ന് പെട്രോൾ ലിറ്ററിന് 90 പൈസയും ഡീസൽ ലിറ്ററിന് 90 പൈസയും വർദ്ധിപ്പിച്ചു. അതിനുശേഷം ആണ് ഇത്തരം വർധനവ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് തുടർച്ചയായ വർഷങ്ങളിൽ ഏറെക്കാലം നമുക്കറിയാം ഓരോ ദിവസവും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില മാറി മറിയുന്ന സാഹചര്യമുണ്ടെങ്കിൽ എണ്ണ കമ്പനികൾ ഈ വില സ്റ്റേബിളായി നിലനിർത്തിയിരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ മെയ് 15-ന് ആണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ കാര്യമായ ഒരു മാറ്റമുണ്ടായത്. പെട്രോൾ ലിറ്ററിന് ₹3 ഡീസൽ ലിറ്ററിന് ₹3 ആണ് വർദ്ധിപ്പിച്ചത് എന്നതാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് ഈ പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ച സാഹചര്യത്തിൽ ആണ് ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഇത്തരത്തിൽ വർദ്ധിപ്പിക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമ്മൾ സൂചിപ്പിക്കേണ്ടത്, ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം രാജ്യാന്തര വിപണിയിൽ വിലയിൽ വലിയ മാറ്റം ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ പെട്രോളിയം വകുപ്പുമൊക്കെ ആവർത്തിച്ച് പറയുന്ന ഒന്ന് എന്നത് നമുക്ക് ആവശ്യത്തിനുള്ള കരുതൽ ശേഖരം ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ്. അതായത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ കരുതൽ ശേഖരം ഉണ്ട് എങ്കിൽ പോലും ഈ ഉപയോഗത്തിൽ ഗണ്യമായ കുറവ് വരുത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് കോവിഡിന് സമാനമാകുന്ന തരത്തിലുള്ള സ്വയം നിയന്ത്രണത്തിലേക്ക് പോകണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണം, അനാവശ്യമായ സഞ്ചാരങ്ങൾ ഒഴിവാക്കണം, വിനോദസഞ്ചാര മേഖലകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും അടുത്തുള്ള ഇടങ്ങളെ തിരഞ്ഞെടുക്കണം, കാർ പൂളിംഗ് പോലെ കഴിയുന്നത്ര
കൂടുതൽ ആളുകൾക്ക് ഒരേ വാഹനത്തിൽ സഞ്ചരിക്കാവുന്ന സാഹചര്യം സൃഷ്ടിക്കണം. പൊതുഗതാഗത സംവിധാനങ്ങളെ അധികമായി പ്രയോജനപ്പെടുത്തണം. റെയിൽവേ സംവിധാനങ്ങൾ, മെട്രോ ഉള്ള നഗരങ്ങളിൽ മെട്രോ സേവനത്തെ പ്രയോജനപ്പെടുത്തണം. ട്രെയിനുകളിൽ യാത്ര ചെയ്യാവുന്നവർ ട്രെയിനുകളിൽ യാത്ര ചെയ്യണം എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ രാജ്യാന്തര വിപണിയിലെ വ്യതിയാനം, പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ക്രൂഡ് ഓയിലിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടായിട്ടുള്ള കുറവ്, ഇത് നമ്മുടെ രാജ്യത്തെയും ബാധിക്കുമെന്നും അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കണമെന്ന നിർദ്ദേശവുമാണ് നൽകിയിട്ടുള്ളത്. ഇതോടൊപ്പം ഇപ്പോൾ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്നത് ഡോളറിന് മേൽ ഉള്ള രൂപയുടെ മൂല്യത്തിൽ ഇടിവ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഈ എക്സ്ചേഞ്ചുകൾ, പണം എക്സ്ചേഞ്ച് ചെയ്യുന്നത് അവസാനിപ്പിക്കണം, സ്വർണം വാങ്ങുന്നത് നിർത്തിവെക്കണം എന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. തീർച്ചയായും അത്തരം നിർദ്ദേശങ്ങൾ പാലിക്കേണ്ട സമയം കൂടിയാണ് എന്നതാണ്. ഇവിടെ ഇതാ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം. നമുക്കറിയാം, ഫെബ്രുവരി 28 ആയിരുന്നു പശ്ചിമേഷ്യയിൽ സംഘർഷം ആരംഭിച്ചത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കുകയോ വിലക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും ഹോർമോസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. ഈ വിലവർദ്ധനവിലേക്ക് പോകുകയും അങ്ങനെ എണ്ണ കമ്പനികൾ പ്രതിസന്ധിയിൽ ആവുകയും ചെയ്യുവാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് 2026 മാർച്ച് 27 തന്നെ ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനങ്ങളുടെ എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര സർക്കാർ 10%, 10 രൂപ കുറച്ചിരുന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അന്ന് ഉണ്ടായത്. ഒരു പക്ഷേ ജനങ്ങൾക്ക് മേൽ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കുമ്പോൾ ആണ് നമ്മൾ പലപ്പോഴും ഈ വിഷയത്തെ ഗൗരവമായി കാണുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു വില വർധനവ് ജനങ്ങൾക്ക് മേൽ ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും ആദ്യം സ്വീകരിച്ച ഒരു നിലപാട് എന്നത് ഈ എക്സൈസ് ഡ്യൂട്ടി 10 രൂപ കുറച്ചു എന്നുള്ളതായിരുന്നു. അതേസമയം എണ്ണ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന നിലയിൽ ആണ് ഇപ്പോൾ ഈ ബ്രന്റ് ഓയിൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. അങ്ങനെ ക്രൂഡ് ഓയിൽ ഉയർന്ന വിലയ്ക്ക് വാങ്ങുന്നു എന്നതുകൊണ്ട് തന്നെ എണ്ണ കമ്പനികളുടെ ആവശ്യം എന്നത് 1 ലിറ്ററിന് 17 മുതൽ 18 രൂപ വരെ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം ഇപ്പോൾ എണ്ണ കമ്പനികൾ പറയുന്നത് 1 ലിറ്റർ പെട്രോൾ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഒരു ഉപഭോക്താവ് ഇന്ധനമായി നിറയ്ക്കുമ്പോൾ 17 മുതൽ 18 രൂപ വരെ നഷ്ടം സംഭവിക്കുന്നു എണ്ണ കമ്പനിക്ക് എന്നുള്ളതാണ്. രാജ്യത്തെ പ്രമുഖമായ BPCL പോലെയുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ എണ്ണ കമ്പനികൾ പോലെയുള്ള കമ്പനികളെല്ലാം പറയുന്ന കണക്കിതാണ്. അതായത് ഒരു ദിവസം മാത്രം രാജ്യത്തെ എണ്ണ കമ്പനികൾ 1600 കോടി രൂപയോളം നഷ്ടം സഹിക്കുകയാണ് ഇപ്പോൾ എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ ഈ നഷ്ടത്തിൽ ആണ് എണ്ണ കമ്പനികൾ മുന്നോട്ട് പോകുന്നത് എന്നതായിരുന്നു എണ്ണ കമ്പനികളുടെ അവകാശവാദം. അവരുടെ നിരന്തരമായ ആവശ്യമെന്നത് ഈ നിലയിൽ വില വർദ്ധിപ്പിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ഇതുവരെയും അത്തരത്തിൽ വില വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ മെയ് 15 വരെ ഒരുക്കമായിരുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പ്രേക്ഷകരോട് ഒന്ന് സൂചിപ്പിച്ചു പോകേണ്ടത്, ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വന്നിട്ടുള്ള വർധനവ് എത്ര എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചു, 2026 ഫെബ്രുവരി 28 പശ്ചിമേഷ്യയിൽ സംഘർഷം ആരംഭിച്ചത്. ആ സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് വരെ 2026 ഫെബ്രുവരി മാസത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് 69 മുതൽ 70 ഡോളർ വരെ എന്നുള്ളതായിരുന്നു. എന്നാൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ക്രൂഡ് ഓയിലിൻ്റെ വില ഒരു ഘട്ടത്തിൽ ബാരലിന് 138 ഡോളർ വരെ ഉയർന്നിരുന്നു എന്നുള്ളതാണ്. ഈ സമയത്തടക്കം ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, ഹോർമോസ് കടലിടുക്ക് അടച്ചിട്ടിരുന്നു എങ്കിൽ പോലും ആ സമയത്ത് നയതന്ത്ര ചർച്ചകളിലൂടെയും മറ്റുമൊക്കെ ഇന്ത്യയിലേക്ക് കപ്പലുകൾ വന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കഴിയുന്നത്ര ഈ വില വർധനവ് തടയുവാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നുവെന്നും ഏതാണ്ടൊരു 2 മാസത്തിന് മുകളിലായി, അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങൾ വരെ, മെയ് 15 വരെ ഏതാണ്ട് 3 മാസത്തിനടുത്ത് കേന്ദ്ര സർക്കാർ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കാതെ മറിച്ച് LPGയുടെ മാത്രം വില വർദ്ധിപ്പിച്ചുകൊണ്ട് പിടിച്ചു നിന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ പ്രേക്ഷകരോട് സൂചിപ്പിച്ചു പോകേണ്ടത്, ഈ ക്രൂഡ് ഓയിൽ തന്നെയാണ് ഇന്ത്യ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇന്ത്യയുടെ എണ്ണ ആവശ്യത്തിൻ്റെ ഏതാണ്ട് 90% വരുന്ന ക്രൂഡ് ഓയിലും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലാണ്. LPGയുടെ കാര്യത്തിലും അതുതന്നെയാണ് സാഹചര്യം. നമുക്ക് ആഭ്യന്തരമായി ഉൽപ്പാദനശേഷി വളരെ കുറവാണ്. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് വലിയ പരിമിതികളുമുണ്ട്. കാരണം ഇത് നമുക്കറിയാം, ഈ ഓയിൽ എന്നത് കുഴിച്ചെടുക്കുന്ന ഒന്നാണ്. ഓയിലിൻ്റെ അല്ലെങ്കിൽ ഇന്ധനത്തിൻ്റെയൊക്കെ ലഭ്യത അത് ഭൂമിയുടെ പല ഭാഗങ്ങളിലും വ്യത്യസ്തമാണ്. ഇന്ത്യയിൽ അത്തരത്തിൽ ഏറ്റവും അനുയോജ്യമായ ഓയിൽ പ്ലാന്റുകൾ ഇല്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇനി നമ്മൾ മറ്റൊരു ഡേറ്റയിലേക്ക് പോകുന്നു. ഇത് ആണ് ഏറ്റവും നിർണായകമാകുന്ന വിവരം എന്നതാണ്. നമുക്കറിയാം, ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ സാമ്പത്തിക ശക്തികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് വരുന്നത്.
അവിടെ രാജ്യത്ത് സാമ്പത്തിക ശക്തികളുടെ കണക്ക് പരിശോധിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്നത് അമേരിക്കയാണ്. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലാണ് ഈ യുദ്ധം ആരംഭിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതിൽ ഇസ്രായേലും ഭാഗമാകുന്നു എന്ന് നമുക്കറിയാം. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒപ്പക് രാഷ്ട്രങ്ങളിൽ നിന്ന് UAE പുറത്തുപോയ സാഹചര്യമൊക്കെ നേരത്തെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ടുള്ള അമേരിക്ക ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പെട്രോളിൻ്റെ വിലയിൽ 44.5% വർധനവാണ് വരുത്തിയിട്ടുള്ളത്. ഈ കണക്കുകളെല്ലാം തന്നെ ശതമാനത്തിൽ ആണ് എന്നത് പ്രേക്ഷകർ ഓർക്കുക. ഡീസലിൻ്റെ വിലയിൽ 48% വർധനമാണ് അമേരിക്ക എന്ന ലോകത്തിലെ 1-ാം നമ്പർ രാജ്യം ഇതിനോടകം വരുത്തിയിട്ടുള്ളത് എന്നതാണ്. 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈന പെട്രോളിൻ്റെ വിലയിൽ 21% വർധനവ് വരുത്തിയിട്ടുണ്ട്. അതേസമയം ഡീസലിൻ്റെ വിലയിലാകട്ടെ 23% വർധനമാണ് വരുത്തിയിട്ടുള്ളത്. ലോകത്തിലെ മറ്റ് 2 സാമ്പത്തിക ശക്തികളാണ് ജർമ്മനിയും ജപ്പാനും. ജർമ്മനിയിൽ 16.7% വർധനമാണ് പെട്രോളിന് വരുത്തിയിട്ടുള്ളത്. 17.2% വർധനമാണ് ഡീസലിനും വരുത്തിയിട്ടുള്ളത്. ജപ്പാനിലും ഈ തരത്തിലുള്ള വർധനവ് വരുത്തിയിട്ടുണ്ട്. അത് 9.7%, 11.2% എന്നിങ്ങനെയാണ്. അതായത് ലോകത്തിലെ സാമ്പത്തിക ശക്തികൾ എല്ലാം തന്നെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ കാര്യമായ വർധനവ് വരുത്തി എന്നതാണ് ഈ ഡേറ്റകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. ഇനി മറ്റ് രാജ്യങ്ങളുടെ കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കാം. ഫ്രാൻസിൽ 20%, 31% പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ്. മറ്റൊന്ന് UAE ആണ്. ഇതാണ് ഞാൻ ഏറ്റവും പ്രസക്തമായി പ്രേക്ഷകരുമായി സൂചിപ്പിക്കുന്നത്. കാരണം ഒപ്പക് രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ വരുന്ന രാജ്യം ആണ് യുണൈറ്റഡ് അറബ് എംബസി എന്നുള്ളതാണ്. ഈ UAE ഒപ്പക് രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്തുപോയി എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അതിനവർ കാരണമായി പറഞ്ഞത് UAEക്ക് ഈ ഒപ്പക് രാഷ്ട്രത്തിനോടൊപ്പം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. UAEയുടെ സാമ്പത്തിക നയങ്ങളെ ഒപ്പക് രാഷ്ട്രങ്ങളുടെ നിലപാടുകൾ ബാധിക്കുന്നു. അതായത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില നിശ്ചയിക്കുന്നത് ഈ ഒപ്പക് രാഷ്ട്രങ്ങളാണ് എന്നതാണ്. ആ ഒപ്പക് രാഷ്ട്രങ്ങളുടെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇനി സ്വയം ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുകയും ഏറ്റവും കുറഞ്ഞ നിലയിൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുകയും തങ്ങൾക്ക് അനുയോജ്യമാകുന്ന രാജ്യങ്ങളിലേക്ക് ഈ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് UAEയുടെ നിലപാട്. അങ്ങനെ UAE ഇപ്പോൾ ഇന്ധനത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതേ UAEയിൽ തന്നെ 52% വില വർദ്ധിപ്പിക്കേണ്ടതായി വന്നു പെട്രോളിന്. ഡീസലിനാകട്ടെ 86%. അത് നിസ്സാരമായൊരു വർധനമല്ല. ഇനി നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിലേക്ക് പോയാൽ പാകിസ്ഥാനിൽ നിലവിൽ 52% ആണ് പെട്രോളിൻ്റെ വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഡീസലിലേക്ക് വരുമ്പോൾ അത് ഇരട്ടിയോളമാണ്. അതായത് 86% മുകളിൽ ആണ് പാകിസ്ഥാനിൽ വില ഉയർത്തിയത് എന്നുള്ളതാണ്. മ്യാൻമാറിൽ 89% ഡീസലിന് പെട്രോളിന് വില വർദ്ധിച്ചപ്പോൾ ഡീസലിന് 11.2% എന്ന നിലയിൽ ഉയർത്തേണ്ടതായി വന്നു. ഇവിടെ ഒരു കാര്യം കൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവെച്ച് പോകേണ്ടത്, മറ്റു രാജ്യങ്ങളുടെ കണക്കുകളടക്കം പരിശോധിക്കുമ്പോൾ മറ്റു പല രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന നമ്മുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ് ആകട്ടെ, അഫ്ഗാനിസ്ഥാൻ ആകട്ടെ, നേപ്പാൾ, ഭൂട്ടാൻ പോലെയുള്ള രാജ്യങ്ങളിലെ വാഹനങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ അത്രമേൽ കുറവാണ് വാഹനങ്ങളുടെ എണ്ണം, യൂണിറ്റുകളുടെ എണ്ണം എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അങ്ങനെയല്ല എന്നുകൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ശ്രീലങ്കയിൽ 33% വർധനവ് ഇതിനോടകം പെട്രോളിന് വരുത്തിയിട്ടുണ്ട്. മലേഷ്യയിൽ 56%, ഓസ്ട്രേലിയയിൽ 42%, കാനഡയിൽ, നമ്മൾ മലയാളികളടക്കം ഒരുപാടുള്ള രാജ്യമാണ് കാനഡ, ആ കാനഡയിലടക്കം 25% വർധനമാണ് ഇതിനോടകം തന്നെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇവിടെയാണ് പ്രിയ പ്രേക്ഷകരെ നമ്മുടെ രാജ്യത്ത് വില വർദ്ധിപ്പിച്ചു. അത് തീർച്ചയായും വലിയ തോതിൽ ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കും എന്നതിൽ തർക്കമില്ല. പക്ഷേ ഈ രാജ്യങ്ങളെല്ലാം തന്നെ വളരെ നേരത്തെ മുതൽ വില വർധനവ് പ്രാബല്യത്തിൽ വരികയും അങ്ങനെ ഘട്ടം ഘട്ടമായി ഇത്രയധികം ശതമാനം വില ഉയർത്തുകയും ചെയ്തുവെങ്കിൽ നമ്മുടെ രാജ്യത്ത് മെയ് 15 വരെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചിരുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് 4 മുതൽ 6% ഇടയിൽ ആണ് നിലവിൽ വില വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്ന് മാത്രവുമല്ല, ഈ രാജ്യങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ ലോകത്ത് തന്നെ ഏറ്റവും ഒടുവിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ച രാജ്യം എന്നത് ഇന്ത്യയാണ് എന്നതാണ് ഇപ്പോഴത്തെ കണക്കുകളിൽ നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നത്. ഒരു പക്ഷേ സൂചിപ്പിക്കുന്ന പോലെ വരും ദിവസങ്ങളിൽ വില വർദ്ധിപ്പിച്ചാൽ അത് ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്നതിൽ തർക്കമില്ല. വിലവർദ്ധനവിന് അത് കാരണമായേക്കാം. അത് ജീവിത സാഹചര്യങ്ങളെ കൂടുതൽ ദുർബലമാക്കുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യം ഒക്കെ സൃഷ്ടിക്കുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ഇതാണ്
രാജ്യത്ത് നിലനിൽക്കുന്ന ഒരവസ്ഥ. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കേണ്ടതായി വരുന്നത്. ഒപ്പം വിവിധ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ സംസ്ഥാനങ്ങൾ അവരുടെ സംസ്ഥാനത്തിൻ്റെതായ ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് വില കുറയ്ക്കുവാനുള്ള നടപടികൾ ഉണ്ടായേക്കാം. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ മാറ്റങ്ങളും സംഭവിച്ചേക്കാം. ഇവിടെ ഒരു കാര്യം കൂടി ഒന്ന് ചേർത്ത് വെക്കുന്നത്, ഇത്തരത്തിലാണ് സാഹചര്യമെങ്കിലും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമായും ഉന്നയിക്കുന്ന സംശയം എന്നത് ഒരു ഘട്ടത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുത്തനെ താഴ്ന്നിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അന്ന് എന്തുകൊണ്ട് ആനുപാതികമായി വില കുറച്ചില്ല എന്നുള്ളതാണ്. അവിടെ കേന്ദ്ര സർക്കാർ പറയുന്ന മറുപടി എന്നത് ഈ ക്രൂഡ് ഓയിലിൻ്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ കുറഞ്ഞുവെങ്കിൽ പോലും ക്രൂഡ് ഓയിലിൻ്റെ ഉൽപ്പാദനം, അതായത് ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോളും ഡീസലും ഒക്കെയായി കൺവെർട്ട് ചെയ്ത് അതിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഉൽപ്പാദന ചെലവ്, ഒപ്പം തൊഴിലാളികൾക്ക് നൽകുന്ന ശമ്പളം, മറ്റ് ചെലവുകൾ എല്ലാം ഗണ്യമായി വർദ്ധിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില പിടിച്ചു നിർത്താൻ സാധിച്ചത് ക്രൂഡ് ഓയിലിന് അന്താരാഷ്ട്ര വിപണിയിലുണ്ടായ ഇടിവ് കൊണ്ട് മാത്രമാണ്. അതുണ്ടാകുന്നില്ലായിരുന്നുവെങ്കിൽ വില വർദ്ധിപ്പിക്കേണ്ടതായി വരുമായിരുന്നു, ഉൽപ്പാദന ചെലവ് വർദ്ധിച്ചതുകൊണ്ട്. അങ്ങനെ പിടിച്ചു നിർത്തി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ആ വിഷയത്തിൽ നൽകുന്ന മറുപടി എന്നതുകൂടിയാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചു പോകേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.